സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. വിലങ്ങാട് ടൗൺ പാലത്തിൽ വെള്ളം കയറി. തൊട്ടിൽപ്പാലം പുഴയിലും ജലനിരപ്പ് ഉയർന്നു. മഴ ശക്തമായതോടെ വിലങ്ങാട് പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ്. കോഴിക്കോട്, വയനാട്, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, പലയിടത്തും ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇന്ന് ഇതുവരെയും തോരാതെ നിൽക്കുന്നത്. കനത്ത മഴ തന്നെയാണ് വടക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. നിലവിൽ ഏത് രീതിയിലാണ് മഴ തുടരുന്നത്? അതുപോലെ എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ഇത്രത്തോളം കനത്ത രീതിയിലായത്. എന്തായാലും വലിയ തരത്തിലുള്ള മഴയാണ് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ ശക്തമാണ്. ഇപ്പോൾ കുറ്റ്യാടിയിലെ മലയോര മേഖലകളിലേക്ക് മഴ ശക്തമായ തുടർന്ന് തൊട്ടിൽപ്പാലത്തൊക്കെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അവിടുന്ന് 10ഓളം കുടുംബങ്ങളെ ഇപ്പോൾ തന്നെ പ്രാഥമികമായി മാറ്റി താമസിച്ചിട്ടുണ്ട്. പുഴയോരങ്ങളിലുള്ള വലിയ തരത്തിൽ പുഴയിൽ വെള്ളം കൂടുന്നു. അത് കോങ്ങാട് ഭാഗത്തുള്ള വനത്തിൽ മണ്ണിടിഞ്ഞതാണെന്ന സംശയം വരെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാലും ഇതൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ പോലും നാളെ പകല് ആവേണ്ടതുണ്ട്, രാവിലെ ആവേണ്ടതുണ്ട്. വലിയ തരത്തിലാണ് മഴ ഉള്ളത്. അതുകൊണ്ട് തന്നെയുള്ള ആശങ്ക പൊതുവെ ഈ ഉരുൾപൊട്ടൽ മേഖല എന്ന നിലയിൽ തന്നെയുള്ള ആശങ്ക ഒക്കെ ഉണ്ട്. ഈ വിലങ്ങാടുള്ള നിരവധി കുടുംബങ്ങളെ മഞ്ഞിച്ചേരി ഭാഗത്തുള്ള 50ഓളം കുടുംബങ്ങളോട് അടിയന്തരമായി പ്രദേശത്ത് മാറി താമസിക്കാൻ റവന്യൂ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെയുള്ള 2-3 ഉന്നതികളിലെ ആളുകളോടും ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്കോ മാറണം നിർബന്ധമായി എന്ന് പറഞ്ഞു കഴിഞ്ഞു. വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് സജ്ജരാണ്. പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും വളരെ പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി പാർക്കണം, പുഴയോരത്തുള്ളവരോടൊന്നൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ശക്തമായാൽ അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നും റവന്യൂവർക്ക് സൂചന നൽകുന്നുണ്ട്. കാരണം കടുത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു കാരണവശാലും പുഴയോരങ്ങളിലും മറ്റുമുള്ളവർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള നിർദ്ദേശം പാലിക്കാതിരിക്കരുത് എന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ദേശീയപാതയിൽ കോഴിക്കോട് ദേശീയപാതയിൽ ഈങ്ങാപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അവിടെ ദേശീയപാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറുവാഹനങ്ങൾ പോകാൻ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. മഴ തുടർന്നാൽ ഒരുപക്ഷെ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുവാഹനങ്ങളിൽ ഇപ്പോൾ തന്നെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. കാർ ഉൾപ്പെടെ പോകാനുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും. അതുകൊണ്ട് വലിയ വാഹനങ്ങൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആ വഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് അത്തരം ജാഗ്രത കൂടി യാത്രക്കാർ പുലർത്തണമെന്ന് ജില്ലാ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കാറ്റടിച്ച് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി തടസ്സം ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകൾ പരമാവധി നിയന്ത്രിക്കണമെന്ന് കൂടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും റവന്യൂ വകുപ്പ് എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എങ്കിലും അതാത് പ്രദേശത്തെ സാഹചര്യത്തിനനുസരിച്ച് ആളുകളുടെ സഹകരണവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഏതു തരത്തിലുള്ള നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടാൻ എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ നിർദ്ദേശം നൽകുന്നത്. ആ മഴ കനത്ത രീതിയിൽ തുടരുകയാണ് ഇപ്പോഴും. സ്വാതി. ശരി രതീഷ്, എന്തായാലും കനത്ത മഴ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ സംസ്ഥാനത്ത് അതിശക്തമായി തന്നെ തുടരുന്നു. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴയാണ്. അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിക്ക ജില്ലകളിലെയും സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്.